ഉദാഹരണം പറഞ്ഞാൽ തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനത്ത് 10ാം ക്ലാസ് കഴിഞ്ഞാൽ ജോലി കിട്ടുമെന്ന് പറഞ്ഞു. എന്നാൽ ജോലി കിട്ടുമെന്ന് മാത്രമല്ല, ഏതും തിരഞ്ഞെടുത്താൽ മതി. ഈ തമിഴ്നാടും അതുപോലെ മറ്റ് ഈ തെലങ്കാനയൊക്കെ ഇന്ത്യയിലാണുള്ള സംസ്ഥാനങ്ങളാണല്ലോ, എന്നാൽ നമുക്കിവിടെ ഇല്ലാത്തത്. ഇങ്ങനെ നമ്മുടെ യുവജനങ്ങളുടെ കുടിയേറ്റം തുടർന്നാൽ ഇത് ഇന്ന് പെരുമ്പാവൂരിനെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ ഇത് അന്യ സംസ്ഥാന തൊഴിലാളികളുടെ സ്ഥലമായിട്ട് മാറും. ഇപ്പോൾ തന്നെ പല വീടുകളിൽ നിന്നും ഒറ്റയ്ക്കായിപ്പോയ പ്രായമായവരുടെ നിലവിളി ഉയരുന്ന ഒരു വൃദ്ധസദനമായി കേരളം മാറിക്കഴിഞ്ഞു. കേരളത്തിലെ യുവജനങ്ങൾക്കിടയിൽ ഒരു ട്രെൻഡാണ് യൂറോപ്പ് പോലെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റങ്ങൾ. മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും അതുപോലെ തന്നെ ജീവിത നിലവാരവുമാണ് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് യുവാക്കളെ അടുപ്പിക്കുവാനുള്ള പ്രധാനപ്പെട്ട ഘടകം. സമീപ കാലഘട്ടത്തിൽ നമ്മുടെ അന്താരാഷ്ട്ര കുടിയേറ്റം എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തെ ബാധിച്ചിരിക്കുന്നത്? പുതിയ ട്രെൻഡ് പിടിച്ച് യുവജനങ്ങൾ നാടുവിടുമ്പോൾ നമ്മുടെ ഈ കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? മാറിക്കൊണ്ടിരിക്കുന്ന കേരളം വൃദ്ധന്മാരുടെ നിലവിളി ഉയരുന്ന ഒരു സ്ഥലമായി മാറുമോ? ഈ വിഷയത്തിൽ നമ്മോടൊപ്പം പ്രതികരിക്കുവാൻ എത്തിയിരിക്കുന്നത് ഇന്നിൻ്റെ പ്രവാചക ശബ്ദമായ തറേക്കടവിലച്ചനാണ്. തുറന്നു പറഞ്ഞ് തറേക്കടവിലച്ചൻ. അതിനിടയച്ച, മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കേരളം, നമ്മുടെ യുവജനങ്ങളെല്ലാം കുടിയേറി പാർത്ത് നമ്മുടെ കേരളത്തിൽ നിൽക്കാൻ താല്പര്യമില്ലാത്ത ഒരു യുവജനങ്ങളുടെ കാലം വളരെ കൂടുതലായിട്ട് നമ്മുടെ കേരളത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്തുള്ള വിദ്യാഭ്യാസം തേടിപ്പോകുന്ന യുവജനങ്ങൾ, വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വൃദ്ധന്മാരുടെ നാട് എന്ന് നമുക്ക് കേരളത്തെ വിശേഷിപ്പിക്കാം. അച്ഛാ, എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ യുവജനങ്ങൾ ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുന്നത്? അതിൻ്റെ കാരണങ്ങളൊന്ന് പ്രേക്ഷകരുമായിട്ട് വിശദീകരിക്കാം. പ്രേക്ഷകർക്കെല്ലാം നമസ്കാരം. അത് പറയുമ്പോഴത്തേക്കും എനിക്ക് പറയാനുള്ള ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അനുദിന ജീവിത പ്രശ്നം, യുവജനങ്ങൾക്ക് ജോലി കിട്ടാനില്ല എന്നുള്ളൊരു പ്രശ്നവും മലയാളിയുടെ ദുരഭിമാനം കൂടെ കൂടിച്ചേർന്നപ്പോൾ ഉണ്ടാക്കിയ പെട്ടെന്ന് കണ്ടുപിടിച്ചൊരു സൊല്യൂഷനാണ് ഈ പറയുന്ന സാധനം. അതിലൂടെ ഈ സമൂഹം മുഴുവനും കൂടെ വലിയ ഭാവിയിൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് പലപ്പോഴും ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ. ഇന്ന് ഇതുണ്ടാകാനായിട്ടുള്ള കാരണം എന്താ വെച്ചാൽ ഗ്ലോബലൈസേഷനാണെന്ന് പറയാം. ഈ ആഗോളവൽക്കരണം ഉണ്ടായി, മീഡിയ അങ്ങോട്ട് വന്നു. അപ്പോൾ ലോകത്തുള്ള ജീവിത സാഹചര്യങ്ങളും കാര്യങ്ങളും എല്ലാം ആളുകൾക്ക് പെട്ടെന്ന് ഇതിങ്ങനെയൊക്കെ ജീവിക്കാമല്ലോ എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ കടന്നു വന്നു. വാസ്തവത്തിൽ ഇവിടെ ഒരു BPL കാർഡും അത്യാവശ്യം ഒരു പാവപ്പെട്ടവനാണെന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ലെന്ന് ചിന്തിക്കുന്ന ഈ മറ്റ് ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ മേടിച്ചെടുക്കാനുള്ള കഴിവുണ്ടെങ്കിൽ സമാധാനമായിട്ടെന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ലാതെ ജീവിച്ചു പോകാം, പട്ടണമൊന്നുമില്ല ജീവിച്ചു പോകാം. പക്ഷേ ഈ കുട്ടികൾക്ക് ആവശ്യം എന്ന് പറയുന്നത് മീഡിയയിലൊക്കെ ഉള്ള വലിയ വലിയ ജീവിതമാണ്. അതുകൊണ്ട് അങ്ങോട്ടൊരു അട്രാക്ഷൻ ഉണ്ടാകുന്നതാണ്. അങ്ങനെ ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് പെട്ടെന്ന് വിമാനം കയറുക, അതിനുള്ള സാഹചര്യം ഉണ്ടാക്കുക. പിന്നെ അത് പിയർ പ്രഷറാണ്. ഒരാൾ പോയി കഴിയുമ്പോഴത്തേക്ക് വേറൊരാൾ പോകുന്ന സംവിധാനം ഉണ്ടാകുന്നു. അങ്ങനെ പോയി കഴിയുമ്പോൾ ഒന്നിച്ചങ്ങോട്ട് പറയുകയാണെങ്കിൽ അവർ അവിടെ പോകുന്നു, ഒരു വിധത്തിൽ അവർ ഗ്രൗണ്ട് പിടിച്ച് അവിടെ ജോലി ചെയ്ത് അവിടെ സെറ്റിൽഡ് ആകാൻ പോവുകയാണെങ്കിൽ പിന്നീട് ഉണ്ടാകാൻ പോകുന്നത് ഈ മാതാപിതാക്കളെ നോക്കാനായിട്ട് ആളില്ലാതെ വരുന്നു എന്നുള്ളതാണ്. ഞാൻ ഈയിടെ തന്നെ ഒരു ചവടക്കിന് പോയപ്പോൾ പ്രായമായ ആളുകളെല്ലാം കൂടെ ഈ ബോഡി എടുത്തുകൊണ്ട് വരുന്നത് കണ്ടപ്പോൾ എന്താണ് വരാൻ പോകുന്ന ഭാവി എന്നൊരു ചിന്ത എനിക്കുണ്ടാകുന്നുണ്ട്. എനിക്കൊരു ഡൗട്ട്, ഈ പറയുന്ന മാതാപിതാക്കൾ ഒരു കുട്ടി പഠിച്ച് അവരുടെ വിദ്യാഭ്യാസം ഏകദേശം +2 ഒക്കെ കഴിയുമ്പാടെ അവർ തന്നെയല്ലേ യൂറോപ്പിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ യുവജനങ്ങളെ പ്രേരിപ്പിക്കുന്നത്? അവർ തന്നെയാണ് പ്രേരിപ്പിക്കുന്നത്. കാരണം അതൊരു ദുരഭിമാനമാണ്. അപ്പുറത്തെ വീട്ടിലുള്ള ആൾ പോയിരിക്കുന്നു, ഇപ്പോൾ എനിക്കും പോകണം, അല്ലെങ്കിൽ ബന്ധുക്കൾ ഒരുമിച്ച് ചേരുമ്പോൾ എൻ്റെ മകൻ അങ്ങ് കാനഡയിലാണ്, ഓസ്ട്രേലിയയിലാണെന്നൊക്കെ പറയാനുള്ള ഒരു ദുരഭിമാനം നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിലുണ്ട്. ജീവിക്കുക എന്നുള്ളതിനെ കൂടുതൽ കാരണന്മാരുടെ ഇടയിൽ അതാണുള്ളത്. അങ്ങനെ ഇവർ പോയി കഴിയുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത്, ഇപ്പോൾ ഇവരെല്ലാം കൂടെ അവിടെ പോകുന്നു, ഇവർ കഷ്ടപ്പെട്ട് അവിടെ സെറ്റിൽഡ് ആയാൽ പിന്നീട് അവരിങ്ങോട്ട് തിരിച്ചു വരികയില്ല. അതാണല്ലോ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരാതിരിക്കുമ്പോൾ കാരണവന്മാർ ഒറ്റയ്ക്കാവും. സ്വാഭാവികമായിട്ടും ഒറ്റയ്ക്കാകുന്ന കാരണവന്മാർ പല വീട്ടിലും ഇപ്പോൾ അവരിങ്ങനെ ഒറ്റയ്ക്ക് കാത്തിരിക്കുകയാണ്. എപ്പോഴെങ്കിലും വരുന്ന ഒരു ഫോണൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഇറിറ്റേഷനായി, പ്രായമാകുന്നതനുസരിച്ച് മക്കളെ നോക്കാത്തതിൻ്റെ പേരിൽ വിഷമമായി, ഞങ്ങളെ നോക്കാൻ ആരുമില്ല എന്നുള്ള നിലവിളി ഇപ്പോൾ പല വീടുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. ഇനി ഇവർ അങ്ങനെയുള്ള ചില വലിയ ബുദ്ധിമുട്ടുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇവർ കാരണവന്മാരെ അങ്ങോട്ട് പോരാൻ പറയും.
വാസ്തവത്തിൽ അവിടെ അവർ ജീവിക്കുന്നത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ്. അവർക്ക് 2 പേര് അവിടെ ഭാര്യയും ഭർത്താവും കൊണ്ട് ജോലി ചെയ്താലും അവരുടെ വീടിനും അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ആശുപത്രിയും കാര്യങ്ങളൊക്കെ എല്ലാം കൂടെ കൊടുക്കാനായിട്ടുള്ള പൈസ അവർക്ക് അവിടെ തികയില്ല. പിന്നെ ഈ കൂടെ ഇവിടെയും. അപ്പോൾ ഇവരിങ്ങനെ കാണുന്ന പ്രായമാകുന്നതനുസരിച്ച് അവരുടെ ഈ ടെൻഷൻ വരുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് ഒരു ഡിപ്രഷൻ വരുമ്പോൾ എന്നാൽ പിന്നെ നിങ്ങളും കൂടെ ഞങ്ങളുടെ കൂടെ പോരെന്ന് പറഞ്ഞ് അവർ അങ്ങോട്ട് കൊണ്ടുപോകും. അങ്ങോട്ട് കൊണ്ടുപോയാലുള്ള കുഴപ്പം എന്താണ്? അവിടെ ചെല്ലുമ്പോൾ ഇവരെ നോക്കാൻ ആളുണ്ടാകുകയില്ല. ഇവർക്ക് ജോലിക്ക് പോകണം, പിള്ളേർ വീട്ടിലുണ്ടാകുകയില്ല, അല്ലെങ്കിൽ പിള്ളേർ നോക്കുകയില്ല. അപ്പോൾ ഒരാളെ വെക്കണമെങ്കിൽ ഇവർ അവിടെ വലിയ ശമ്പളമാണെന്ന് പറഞ്ഞാൽ ഈ ചെറിയ പണിയെടുത്താലും വലിയ പൈസ കൊടുക്കണതാണല്ലോ നമ്മുടെ ആൾക്കാർ പൈസ കൊടുക്കുന്നത്. അവിടെ പോയി അപ്പോൾ ഈ കാരണവരെ നോക്കാൻ ആളുടെ അവിടെയുള്ള ഒരാളെ വെക്കാൻ പറ്റിയില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? അവസാനത്തെ സൊല്യൂഷൻ എന്താണ്? നാട്ടിലൊരു വൃദ്ധസ്ഥാനത്തിലാക്കാമെന്ന് പറയും. അവർ വീണ്ടും ഇവരെ കൊണ്ട് ഇവിടെ ഒരു വൃദ്ധസ്ഥാനത്തിലിടും. അപ്പോൾ ഈ കാരണവന്മാർ ഓൾറെഡി ഉണ്ടാക്കിയ പണവും വീടും എല്ലാം വിറ്റിട്ടുണ്ടാവും. അങ്ങനെ ഒരു ദയനീയ അവസ്ഥയിലേക്ക് നമ്മൾ സാവധാനം ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ ഈ മക്കളെ സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ കല്യാണം കഴിച്ച ഉടനെയൊക്കെ മക്കളെ ഇങ്ങോട്ട് പോയേക്കാന്നൊക്കെ വിചാരിക്കുന്ന കാരണവന്മാർ ഭാവിയിൽ എന്താണ് വരാൻ പോകുന്നതും കൂടെ ചിന്തിക്കണം. ഇവർ കല്യാണം കഴിച്ചു പോകുന്നു, അവരുടെ മക്കളുണ്ടാകുന്നു, ഇവരുടെ ഈ മക്കൾക്ക് വിദേശത്ത് ജനിച്ചു വരുന്ന മക്കൾക്ക്, അവിടെ കമ്മ്യൂണിറ്റി ആയിട്ട് ജീവിച്ചു വരുന്ന മക്കൾക്ക് ഇവരോട് എന്തുമാത്രം ആഭിമുഖ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഇവർ ചിന്തിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് സമൂഹം ചെന്നുപെടും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ രോദനങ്ങൾ വാസ്തവത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. പല വീടുകളും കാലിയാണ്. ഒരു വലിയൊരു വീടും ഒരു കാറും ഒക്കെ കാണും, പക്ഷേ വേറെ ഒന്നും ഇവിടെ കാണുകയില്ല, കാരണന്മാർ മാത്രം. ഇതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. അച്ഛാ, കേരളത്തിൽ നിന്ന് വലിയൊരു എണ്ണം പറയാനാണെങ്കിൽ വലിയൊരു തോതിലുള്ള യുവജനങ്ങൾ കുടിയേറി പോകുന്നുണ്ട്. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇതിന് പല കാരണങ്ങളുണ്ട്. അതിനുമുമ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. നമ്മളിപ്പോൾ പറയുന്നത് ഈ പഴയ കാലത്ത് കുടിയേറി അവിടെ താമസിച്ച് അവിടെയൊക്കെ സെറ്റിൽഡ് ആയിട്ടുള്ള കുടുംബങ്ങളെക്കുറിച്ചോ ആളുകളെക്കുറിച്ചോ അല്ല. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പുതിയ കുടിയേറ്റത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇതിന് കാരണം അന്വേഷിച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ദുരഭിമാനം വലിയ പങ്ക് വഹിക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അതോടൊപ്പം പ്രശ്നങ്ങളും. നാട്ടിൽ പണം ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊരു ചിന്തയുണ്ട്. ഇനി പുറത്ത് പോയി പഠിക്കുകയാണെങ്കിൽ അവിടെ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്താലും, ഇപ്പോൾ ഇവർ പഠിക്കുന്ന കാലത്ത് ജോലി ചെയ്താൽ ഇവിടെ ഒരു 10-15 വർഷം ജോലി ചെയ്യുന്ന കാശൊക്കെ അവർക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്നൊരു ചിന്ത അവർക്കുണ്ട്. ഇനി ഇവിടെ പഠിച്ചാൽ ഇവിടെ ജോലി കിട്ടുകയില്ല. ജോലി കിട്ടാനായിട്ട് ചുരുങ്ങിയ സാധ്യതകളെ ഇവിടെയുള്ളൂ. ആ സാധ്യതകൾ ഇപ്പം തന്നെ ഡിഗ്രി വിവാദമൊക്കെ നടക്കുന്നുണ്ടല്ലോ. അതൊക്കെ രാഷ്ട്രീയക്കാർ എവിടെയെങ്കിലുമൊക്കെ മാറ്റിയെടുത്ത് ഡിഗ്രിയൊക്കെ മേടിച്ച് അത് കൊണ്ടുപോകുന്നൊരു സിറ്റുവേഷൻ നമ്മൾ കാണുന്നത്. പിന്നെ ഇവിടെ ഒരു വ്യവസായം വളരാനായിട്ട് നമ്മുടെ നിയമങ്ങൾ അനുവദിക്കുന്നില്ല. നമ്മുടെ ജനത്തെ ഒരു വിധത്തിലും വളരാതിരിക്കാനായിട്ടുള്ള നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ ആളുകൾ ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട്. ഏത് വിധത്തിലും ഒരു കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റുകയില്ല, ഉടനെ വന്യമൃഗ ശല്യമായി. അല്ലെങ്കിൽ ഒരു വ്യവസായം തുടങ്ങണമെങ്കിൽ അതിന് പൊല്യൂഷൻ നിയമമായി 100 നിയമങ്ങളാണ്. ആരെങ്കിലും ഇതൊക്കെ അതിജീവിക്കാമെന്ന് വിചാരിച്ചാലും അവനെ ഇട്ട് വട്ടം കറക്കി ഇല്ലാതാക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ ഈ ഒരു സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് ഇവിടെ മാർഗമില്ല എന്ന് കാണുന്ന ഈ യുവജനങ്ങളാണ് വാസ്തവത്തിൽ ഇവിടെ സമരമൊക്കെ നടന്നതാണല്ലോ ജോലിക്ക് വേണ്ടിയിട്ട്. പക്ഷേ അവർക്ക് അത് കിട്ടാൻ മാർഗമില്ലാതെ വരുമ്പോൾ അവർ നാട് ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്നൊരു സാഹചര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ നിലവാരം. നമ്മുടെ സ്കൂളുകൾ വിദ്യാഭ്യാസ നിലവാരം ഉണ്ടെന്ന് പറയാനായിട്ട് പറ്റില്ല. പൊതു സ്കൂളുകളിൽ വാസ്തവത്തിൽ ഇവിടെയുള്ള ഈ വിദ്യാർത്ഥി സംഘടനകളൊക്കെ കുട്ടികളെ സഹായിക്കാനല്ലേ ഒരു സംഘടന ഉണ്ടാകേണ്ടത്. ഇപ്പോൾ അവരുടെ പ്രധാന പണി ഇവിടെയുള്ള കളക്ടറെ ഗ്രൗണ്ടിൽ ഇറക്കാതിരിക്കുക, നിയമത്തിനെതിരെ നിൽക്കുക, പിള്ളേർ പഠിക്കാൻ പോകുമ്പോൾ ക്ലാസ് മുടക്കുക, ഇങ്ങനെയുള്ള ഈ വിദ്യാർത്ഥികൾക്ക് എതിരായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ സംഘടനകളാണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കോളേജിൽ പോയാൽ വലിയ സംവിധാനങ്ങളുമില്ല. നേരെ മറിച്ച് ഇവർ പുറത്തുള്ള കോളേജിലും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ വലിയ സംവിധാനങ്ങളും അതിനുള്ള മാർഗങ്ങളും അതിനുള്ള സ്വാതന്ത്ര്യവും പിന്നെ അവർക്ക് സ്വതന്ത്രമായിട്ട് വിഷയം തിരഞ്ഞെടുക്കാനും സ്വതന്ത്രമായിട്ട് പഠിക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ അവിടെയുണ്ട്. ഇവിടെ തന്നെ ചില കോളേജിലൊക്കെ ഈ കുട്ടികളുടെ ജീവിതം വളരെ അപകടകരമാണെന്ന് ഈ അടുത്ത കാലത്തെ സംഭവങ്ങളൊക്കെ തെളിയിക്കുന്നുണ്ടല്ലോ. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ സോഷ്യൽ സിമ്പിളായിട്ട്, അതായത് അഭിമാന പ്രശ്നമായിട്ടാണ് പലരുടെയും ഇത്. ഇപ്പോൾ അപ്പുറത്തെ 2 വീടുകളിൽ നിന്ന് ആളുകൾ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ആരും പോയിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നം പോലെയാണ്. അതുകൊണ്ട് തന്നെ 1-2 പേര് വീട്ടിൽ നിന്ന് പോയാൽ പിന്നെ ആരെങ്കിലും വീട്ടിൽ ഇവിടെ നിന്നേക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണെങ്കിൽ തന്നെ അവൻ രക്ഷപ്പെട്ടില്ല എന്നും അവന് അതിനുള്ള കഴിവില്ല എന്നും അല്ലെങ്കിൽ നിനക്കെന്താ പോയി അവിടെ മറ്റുള്ളവരെ പോലെ ചെയ്തുകൂടെ എന്നൊക്കെ ഒരു ചിന്ത നമ്മുടെ ആളുകൾ കണ്ടമാനം പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി ഒരു കല്യാണത്തിന് നമ്മൾ അന്വേഷിച്ച് ചെല്ലുകയാണെങ്കിൽ ഉടനെ അവൻ ഫോറിനിലാണോ എന്ന് അന്വേഷിക്കുന്നത്, അല്ലാതെ അവന് ജോലി ചെയ്ത് തീർക്കാൻ കഴിവുണ്ടെന്നോ അല്ലെങ്കിൽ നല്ല ജോലിയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇനി ഇവിടെ കോളേജിൽ അഡ്മിഷൻ കിട്ടാനായിട്ട് വലിയ കോളേജുകളിൽ
IIT പോലെയുള്ള സംവിധാനത്തിൽ അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. വലിയ വലിയ എൻട്രൻസ് ടെസ്റ്റുകളൊക്കെ എഴുതണം. അപ്പോഴാണ് ഇവർക്ക് പുറത്ത് വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് ഓസ്ട്രേലിയ പഠിക്കാൻ അവസരം, ജർമ്മനി പഠിക്കാൻ അവസരം എന്നൊക്കെ പറഞ്ഞ് ഏജൻസികൾ വന്നിരിക്കുന്നത്. ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടാണ് ഇവരെ. പിന്നെ നമ്മൾ ഇവിടെ മലയോര മേഖലയിലൊക്കെ പോയി കഴിഞ്ഞാൽ പരിസ്ഥിതി ലോലം എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആളുകളുടെ സ്ഥലങ്ങൾ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെയായിട്ടുണ്ട്. അപ്പോൾ ഈ ജനത്തിന് വേറൊരു ഹോപ്പും കാണാതെ വരുമ്പോൾ ആണ് അവർ പോകുന്നത്. പിന്നെ അല്ലെങ്കിൽ വന്യമൃഗശല്യം വരുന്നു. വന്യമൃഗശല്യം വരുമ്പോൾ ഒന്നും കൃഷി ചെയ്യാൻ പറ്റാതെ വരുന്നു. അപ്പോൾ ഇവർക്കൊന്നും സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമുക്കറിയാം, റോഡിലിറങ്ങി നടക്കാൻ പോലും നമ്മുടെ നാട്ടിൽ പറ്റിയില്ല. കാരണം നമ്മളുണ്ടാക്കി വെച്ച നിയമങ്ങൾ കാരണം നമുക്ക് തന്നെ ഇറങ്ങി നടക്കാൻ മേലാതെയായി. ഇത് നമ്മുടെ നിയമ സംവിധാനത്തെ തകരാറാണെന്ന് തന്നെ പറയണം. ഇങ്ങനെ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാതെ ആയതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അച്ഛാ, ഇപ്പോൾ കുടിയേറിക്കൊണ്ടിരിക്കുന്ന ഒരു യുവജനങ്ങളുടെ കുറിച്ച് എന്തെങ്കിലും കണക്കുകൾ നമ്മുടെ പക്കലുണ്ടോ? ഇപ്പോൾ നമ്മൾ ഈ മീഡിയയിൽ നോക്കിയാൽ, കണക്കുകളെക്കുറിച്ച് നോക്കിയാൽ, ഇപ്പോൾ കേരളത്തിൽ 1 കോടി വീടുകളുള്ളതിൽ 10 ലക്ഷം 15 ലക്ഷം 10-15% വീടുകൾ കാലിയായിട്ട് കിടക്കുകയാണെന്ന് പറയുന്നത്. ഇനി പല വീടുകളിൽ നിന്നും പ്രായമായവരുടെ നിലവിളി, അതായത് ഞങ്ങൾ എന്തിനാണ് ഇങ്ങനെ കുടുംബം സൃഷ്ടിച്ചത്, അല്ലെങ്കിൽ മക്കളെ വളർത്തിയത് എന്നൊക്കെയുള്ള ചിന്തയും ഉയരുന്നുണ്ട്. ഗുലാത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈനാൻസ് ആൻഡ് ടാക്സേഷനും ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റും കൂടി നടത്തിയ സർവേയിൽ 2023 നടത്തിയ സർവേയാണ്. അവർ 20,000 വീടുകൾ സർവേ ചെയ്തിട്ടുണ്ട് 14 ജില്ലകളിലായിട്ട്. അതിൻ്റെ കണക്കനുസരിച്ച് 2018 1,29,763 പേരാണ് ജോലി തേടി വിദേശത്തോട്ട് പോയത്. അത് 2023 ആയപ്പോൾ, 5 വർഷം കഴിഞ്ഞ് 2023 ആയപ്പോഴത്തേക്കും 2.5 ലക്ഷമായിട്ട് ഇരട്ടി, അതെന്ന് പറഞ്ഞാൽ ഇരട്ടിയായിട്ട് മാറി. വലിയ നമ്പറാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി പണ്ട് ഇവരെല്ലാം ഗൾഫിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സാധാരണ അവർ അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് വരുമായിരുന്നു. ഇന്നിങ്ങനെയല്ല. ഇന്ന് ഈ മീഡിയ കണ്ട് ജീവിതത്തിൽ കുറച്ചും കൂടെ നന്നായിട്ട് ജീവിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന ആളുകൾ മണലിൽ പോയിട്ട് ഇങ്ങനെ ജോലി ചെയ്ത് കഷ്ടപ്പെടാനൊന്നും അവർ തയ്യാറില്ല. അവർ ചെയ്യുന്നത്, അവർക്ക് കുറച്ചും കൂടെ നല്ല ജീവിത സാഹചര്യം വേണം. അതുകൊണ്ട് അവർ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കയറുന്നു. അവിടെ പിന്നെ ഈ താമസ വിസയൊക്കെ കിട്ടും. എന്ന് പറഞ്ഞാൽ അവിടെ താമസിക്കാനായിട്ട് പെർമിറ്റ് കിട്ടും. ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഇങ്ങനെ കിട്ടുകയില്ല. അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോയി ഈ താമസിക്കാനായിട്ടാണ് ഈ ആളുകളുടെ താല്പര്യം കൂടുതൽ. പിന്നെ ഇവിടെ നമുക്കറിയില്ല, ഇവരെന്തെങ്കിലും ഈ കുട്ടികൾ തന്നെ എന്തെങ്കിലും ഒരു ഇനീഷ്യേറ്റീവ് സ്റ്റാർട്ടപ്പുകൾ കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണെങ്കിൽ ഇവിടുത്തെ ലൈസൻസുകളും ഇവിടുത്തെ നിയമങ്ങളും കൈക്കൂലിയും രാഷ്ട്രീയക്കാരുടെ പിരിവുകളും ഇങ്ങനെ എല്ലാം ഇവരെ അങ്ങോട്ട് ഞെരുക്കിക്കളയും. ഇനി കച്ചവടം ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വലിയ ഒന്നാമത് ആളുകൾ ഓൺലൈൻ ഷോപ്പിംഗ് അല്ലാതെ തുടങ്ങി. അതുകൊണ്ട് വലിയ കമ്പനികൾക്ക് മാത്രമേ നിലനിൽപ്പുള്ളൂ. ഇങ്ങനെ 100 പ്രശ്നങ്ങളാണ് ഇപ്പോൾ കുട്ടികൾ അഭിമുഖീകരിക്കുന്നത്. വിദ്യാർത്ഥികൾ അവിടെ പോയി പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നൊരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ, കേരളത്തിലെ സമ്പത്തിൽ ഇവരുടെ കണക്കനുസരിച്ച് തന്നെ ഒരു വർഷം 43,378 കോടിയാണ് ഒരു വർഷത്തെ ചിലവ്. ഈ അപ്രോക്സിമേറ്റ് ഇവർ കണക്ക് കൂട്ടി പറയുന്നത്. അത്രയും പണം നമുക്ക് വാസ്തവത്തിൽ കേരളത്തിൽ നിന്ന് പുറത്തേക്ക്, ഇവിടെ ഒരു സ്കൂളിലാണ് ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് ഇവിടെ ചിലവാകേണ്ട പൈസ പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതേ സമയത്ത് ഇവിടെയുള്ള ആളുകൾ ഈ കടമെടുത്തും അല്ലാതെയും പാപ്പരായിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രം നമ്മൾ കാണാം. ഒരു വാർത്ത വായിച്ചത് ഇങ്ങനെയാണ്: ഒരു സ്ത്രീ മകൻ്റെ പഠനത്തിന് വേണ്ടി ലണ്ടനിൽ പഠിക്കാൻ വേണ്ടിയിട്ട് 20 ലക്ഷം രൂപ ലോൺ എടുത്തു. 2015 ആയപ്പോഴത്തേക്കും അവർ ലോൺ തിരിച്ചടയ്ക്കുമ്പോൾ 50 ലക്ഷം രൂപ അടയ്ക്കേണ്ടി വന്നൊരു വാർത്ത വന്നു. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ ഇവിടുത്തെ സമ്പദ് വ്യവസ്ഥ തകരുന്നുള്ള ഉറപ്പാണ്. 2, നമ്മുടെ കോളേജുകളൊക്കെ അനാഥമാകും. ഇപ്പോൾ വീടുകളാണ്, കോളേജുകൾ അനാഥമാകും. വരുമാനമില്ലാത്ത ആളുകൾ കണ്ടമാനം സമൂഹത്തിലുണ്ടായിരിക്കും. ഭാവി വളരെയധികം അപകടത്തിലാണ്. ഇതിൻ്റെ എല്ലാം ഭാരം താങ്ങാൻ കഴിയാത്ത കുറേ കുടുംബങ്ങൾ ഇവിടെ മിച്ചം വരുന്നതാണ് വാസ്തവം. അച്ഛാ, പുറം രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്ന ആളുകളെക്കുറിച്ച് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ പറയുന്നത് അവർ അടിപൊളിയായിട്ട് ജീവിക്കുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ അവർക്ക് അടിപൊളിയായിട്ട് ജീവിക്കാൻ മൈഗ്രേറ്റ് ചെയ്യുന്നവർക്ക് സാധിക്കുന്നുണ്ടോ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പലപ്പോഴും നമ്മൾ കാണുന്നത്, പുറത്ത് യൂറോപ്പിലൊക്കെ താമസിക്കുന്ന ആളുകൾ ഒരു ഫോട്ടോ എടുത്ത് ഇങ്ങോട്ട് അയക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ പണ്ട് ജെറൂസലത്ത് പഠിക്കാൻ പോയ കാലത്ത്, അപ്പോൾ അന്നുള്ള ഒരു പുതിയ TV-യുടെ ചാനൽ അവിടെ വെച്ചിട്ടുണ്ട്, ഒരു ആൻറ്റിന അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആഫ്രിക്കയിൽ നിന്ന് വന്ന 2 സ്റ്റുഡൻസ് പ്രത്യേകിച്ച് അതിൻ്റെ അടുത്ത് പോയിന്ന് ഇവിടുന്ന് ഫോട്ടോ എടുക്കുമ്പോൾ എടുത്ത് അയക്കുന്നുണ്ട്. ഇങ്ങനെ കാണുന്ന ഫോട്ടോകൾ ഇത് ഇവരെടുത്ത് അയക്കുമ്പോൾ യൂറോപ്പിലെ ഏതെങ്കിലും ഒരു വീടിന് മുമ്പിൽ നിന്ന് എടുക്കുന്ന അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഫോട്ടോകളും അവരുടെ ഡ്രസ്സും ഒക്കെ കാണുമ്പോൾ എന്തോ സുഖജീവിതമാണെന്ന് വിചാരിക്കും. ഇപ്പോൾ ഞാനീ പറയുന്നത് വീണ്ടും പഴയ ആളുകളെക്കുറിച്ചല്ലല്ലോ. പണ്ട് അവിടെ താമസിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവർ സെറ്റിൽഡ് ആയിട്ടൊരു ജീവിതത്തോടെയുണ്ട്, മാന്യമായ ജീവിതത്തോടെയുണ്ട്. പക്ഷേ ഇപ്പോൾ പോകുന്ന ആളുകളാണ്. ഇപ്പോൾ പോകുന്ന ആളുകളെക്കുറിച്ച് പറയുമ്പോൾ, ഒന്നാമത് അമേരിക്കയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അമേരിക്കയിൽ കടുത്ത വംശീയ അധിക്ഷേപമുള്ള സമയമാണിപ്പോൾ. ഗോ ബാക്ക് ടു ഇന്ത്യ എന്നൊരു സ്ലോഗൻ തന്നെ അവരുടെ ഇടയിലുണ്ട് ഇപ്പോൾ ഉള്ള ഈ ചേരുന്ന ആളുകളെക്കുറിച്ച്. പിന്നെ ജോലി മോഷ്ടാക്കൾ എന്നൊരു ലേബൽ അവർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ
അവർ ടെക് വർക്കേഴ്സ് എന്ന് വിളിക്കും. ഈ കമ്പ്യൂട്ടർ ചെയ്യുന്നതുകൊണ്ട് അത് ബഹുമാനത്തോടെയുള്ള വിളിയല്ല. അങ്ങനെ അത് ഒരു കുറച്ച് നീണ്ട കാലം അവിടെ താമസിച്ചാലും ഈ പറയുന്ന പേരുകളും ലേബലിങ്ങും ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഥിരമായിട്ട് ഈ ഇന്ത്യക്കാരെ താഴ്ത്തി കെട്ടുന്ന ഒരു രീതിയുണ്ട്. അത് നമ്മൾ ഈ അടുത്ത കാലത്ത്, ഇപ്പം ഞാൻ പേരൊന്നും പറയുന്നില്ല, നമ്മുടെ ഒരു പ്രധാനമന്ത്രി അമേരിക്ക സന്ദർശിച്ചപ്പോൾ അങ്ങനെ ഒരു താഴ്ത്തി കെട്ടുന്ന ഡയലോഗ് വളരെ ഇങ്ങനെ കറങ്ങുന്നതായിട്ട് കണ്ടു. ഈ ട്രംപിൻ്റെ കാലത്തല്ല എന്ന് മാത്രം. അപ്പോൾ അവിടെ ഈ കണക്ക് പറയുന്നത് 2023 ഓൺലൈനിൽ ഈ അധിക്ഷേപങ്ങൾ വന്നത് 23,000 വന്നതെങ്കിൽ 2024 ആയപ്പോഴത്തേക്കും അത് 46,000 ഉയർന്നു. അതായത് ഇന്ത്യക്കാർക്കെതിരെയുള്ള, അത് ഏഷ്യക്കാർക്കെതിരെയായിട്ടുള്ള അധിക്ഷേപങ്ങളാണ് ഈ പറയുന്നത്. അവർ മോശമാണ്. ഇതിൻ്റെ ബാക്കിയായിട്ടുള്ള കാര്യങ്ങളാണിപ്പോൾ ഈ H1B വിസയുടെ നിബന്ധനകളിലൊക്കെ വരുന്നത്. ഇപ്പം നമുക്കറിയാലോ, ട്രംപ് പറഞ്ഞിരിക്കുന്നത് $1,00,000 കൊടുത്താലേ റിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇവരുടെ ഈ ഒരു മനസ്സിൻ്റെ, അവിടെയുള്ള പൊതു മനസ്സിൻ്റെ, ഇവർ ജോലി മോഷ്ടിക്കുന്നവരാണ്, ഇവർ അവരെ കൊണ്ട് മുതലെടുക്കുന്നവരാണെന്നൊക്കെയുള്ള ചിന്തയുള്ളിടത്തേക്കാണ് ഈ നമ്മൾ കയറി ചെല്ലുന്നവർക്കണം. ഇങ്ങനെ വംശീയ അധിക്ഷേപങ്ങളും ഇന്ത്യക്കാർക്കെതിരെയുള്ള കാര്യങ്ങളൊക്കെ കൂടി വന്നപ്പോഴാണ് ഈ 2025 ഒക്ടോബർ 17 അവിടുത്തെ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് ഒരു പ്രമേയം പാസ്സാക്കുകയുണ്ടായി. അതായത് അമേരിക്കയിൽ ഇന്ത്യക്കാരുടെ സംഭാവനകൾ അത് ഉയർത്തി കാണിച്ചുകൊണ്ടും അവർക്കെതിരെയുള്ള അധിക്ഷേപത്തെ അപലപിച്ചുകൊണ്ടും ഒരു പ്രമേയം തന്നെ ഒരു പാസ്സാക്കുകയുണ്ടായി. ഇങ്ങനെ വലിയ പ്രതിസന്ധികൾ ഈ ആളുകൾ പല വിധത്തിൽ നേരിടുന്നുണ്ട്. കാരണം ഇവർ ചില ആളുകൾ വലിയ വലിയ ജോലികളിലേക്ക് കയറുന്നത് കാണുന്നു. അത് അസൂയ ജനിപ്പിക്കും സ്വാഭാവികമായിട്ട്. പിന്നെ ശാരീരികമായിട്ടുള്ള ആക്രമണങ്ങൾ. നമ്മുടെ നാട്ടിലെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, കുറച്ച് നാൾ മുമ്പ് നമ്മുടെ നാട്ടിലെ വലിയ പ്രശസ്തിയായിട്ടുള്ള നടിയായിട്ടുള്ള പ്രിയങ്ക ചോപ്ര അമേരിക്കയിൽ ഒരു ഇന്ത്യക്കാരായിട്ട് ജീവിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നൊരു വീഡിയോ നമ്മുടെ നാട്ടിൽ സർക്കുലേറ്റ് ചെയ്ത് നമ്മൾ കണ്ടതാണ്. ഇനി ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണെങ്കിൽ അടുത്ത കാലത്ത് അവിടെ ഒരു ആൻറ്റി ഇമിഗ്രേഷൻ പ്രകടനങ്ങൾ ഇത് ഇന്ത്യക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ വരുന്നതായിട്ട് നമുക്ക് കാണാം. അവരുടെ ഒരു സ്ലോഗൻ ഇതായിരുന്നു: 100 വർഷത്തിൽ ഇറ്റലിയിൽ നിന്നും ഗ്രീസിൽ നിന്നും അവിടെ കയറിയതിനേക്കാൾ കൂടുതലാണ് ഈ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഓസ്ട്രേലിയയിൽ കയറിയ പറ്റിയ ഇന്ത്യക്കാരെന്നുള്ളതാണ്. അവരെ ഇരട്ടപ്പേരായിട്ട് വിളിക്കുന്നത്, അതൊക്കെ മീഡിയ കിട്ടും കേട്ടോ, ഇരട്ടപ്പേരായിട്ട് വിളിക്കുന്നത് കറി മഞ്ചർ എന്നൊക്കെയാണ്. അതായത് കറിതീനികൾ. ഈ കറി ഇന്ത്യയിലെ ഇവർ വിൽക്കുന്ന ഒരു പൊടി, അത് കറി എന്നാണ് അവർ വിളിക്കുന്നത്. അപ്പോൾ ഈ കറി അതാണെന്ന് അവർ വിചാരം. പിന്നെ സ്മെല്ലി ഇന്ത്യൻസ്, ദുർഗന്ധമുള്ള ഇന്ത്യക്കാർ എന്നുള്ളൊരു ചൊല്ലു പല സ്ഥലത്തും ഉണ്ട്. ഇത് ഞാൻ പറയുന്നതല്ല, പലർക്കും അത് അറിയത്തില്ലായിരിക്കും. അവരുടെ ഇടയിൽ ഇങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട്. ഇന്ത്യക്കാർക്ക് വൃത്തിയില്ല എന്നുള്ളതാണ് പൊതുധാരണ. പൊതുവേ പലരും ഞാൻ പറഞ്ഞല്ലോ, അവിടെ പോയി മാന്യമായിട്ട് ജീവിക്കുന്ന ഒത്തിരി ആളുകൾ വേറെ ഉണ്ട്. ഇപ്പോഴും മാന്യമായിട്ട് ജീവിക്കുന്നവരുണ്ടാവും. പക്ഷേ അവരുടെ മനസ്സിലുള്ള കൺസെപ്റ്റുകളായി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ചെല്ലുന്ന സമൂഹത്തിൽ ഈ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. കാര്യം നമുക്കറിയാലോ, നമ്മുടെ ഒരാളെ അകറ്റി നിർത്തുകയാണെങ്കിൽ അവരെ അടുപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. യൂറോപ്പിലേക്ക് വരികയാണെങ്കിൽ അയർലൻഡിൽ ഇന്ത്യക്കാർക്കെതിരെ വലിയ ആക്രമണങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. പിന്നെ വൃത്തിയില്ലാത്തവർ എന്നാണ് അവിടെയും പറയപ്പെടുന്നത്. ജോലി മോഷ്ടാക്കൾ എന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ നന്മ മുതലെടുക്കുന്നവർ, അതിനായിട്ട് വന്നവർ എന്നാണ് ഇവരെക്കുറിച്ച് അവിടെയുള്ള അധിക്ഷേപം എന്ന് പറയുന്നതെല്ലാം. ഇതെല്ലാം ഈ ചെല്ലുന്ന ആളുകളുടെ സുരക്ഷയെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിലേക്ക് ഇവർക്ക് ഉൾച്ചേരാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇനി ഇവരുടെ മക്കൾ അവിടെയാണ് ജനിക്കാൻ പോകുന്നത്. അവിടെ ഇങ്ങനെ 2ാം കട 3ാം കട പൗരന്മാരായിട്ട് ഈ സ്കൂളിൽ നിന്ന് വളർന്നു വരണം. ആ കുട്ടികളെ ഇവിടെയുള്ള മാതാപിതാക്കൾ അകന്ന് ജീവിക്കുന്നതുകൊണ്ട് ഇവിടെയും ബന്ധം ഉണ്ടാകില്ല. ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിലേക്കാണ് വരുന്നത്. ഇനി സാമ്പത്തികമായിട്ട് പ്രതിസന്ധിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അമേരിക്കയിൽ വാടകയ്ക്ക് വീട് വേണമല്ലോ. വീട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാര്യം എന്താണ്? നമ്മൾ ഈ വണ്ടിയൊക്കെ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഹിസ്റ്ററി നോക്കുമല്ലോ, എവിടെയൊക്കെയാണ് എപ്പോഴൊക്കെയാണ് സർവീസ് ചെയ്തെന്ന് പറഞ്ഞതുപോലെ ഈ വാടകയ്ക്ക് ഇവർ എവിടെയൊക്കെയാണ് താമസിക്കുന്നത് ഹിസ്റ്ററി നോക്കുമ്പോൾ ഹിസ്റ്ററി ഉണ്ടാകില്ല. അപ്പോൾ വീട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ആരോഗ്യ പരിപാലനത്തിന് സാധാരണഗതിയിൽ ഇവർക്കെല്ലാം ഇൻഷുറൻസ് ഉണ്ടായിരിക്കും, അതിന് കവറേജും ഉണ്ടാകും. അപ്പോൾ ഇവരൊരു ആശുപത്രി ചെല്ലുകയാണെങ്കിൽ മുഴുവൻ പൈസ അടയ്ക്കേണ്ടി വരും. ഇങ്ങനെയുള്ള കുറേ അധികം. ഇനി കാറ് മേടിക്കുകയാണെങ്കിൽ കാറ് മേടിക്കണം, അത് വലിയ വില കൂട്ടി മേടിക്കേണ്ടി വരും. കാര്യം എന്താ വെച്ചാൽ ഇവർക്ക് അവിടെയൊന്നും ഈ പറയുന്ന ഹിസ്റ്ററി ഇല്ല. അവിടെ പ്രവർത്തിച്ച് പരിചയങ്ങളോ അല്ലെങ്കിൽ അവിടെ ഡോക്യുമെൻറ്റേഷനോ ഇല്ല. ഇനി നമ്മുടെ ഇവിടെ ഒരു ഡിഗ്രി കൊണ്ട് അവിടെ ചെന്നാൽ പല ഡിഗ്രിയും അവിടെ വീണ്ടും എടുക്കേണ്ടി വരും. അപ്പോൾ വീണ്ടും അത് ചിലവാണ്. ഇങ്ങനെ പിന്നെ ഇവർക്ക് ഡിഗ്രിക്ക് അർഹമായ ജോലി ഇവിടെ കിട്ടുന്നതാണ് ഒരു പരാതിയെങ്കിൽ അവിടെയും കിട്ടുകയില്ല. അവിടെ പിന്നെ മറ്റ് സ്ഥലത്തായതുകൊണ്ട് അവരങ്ങനെ അങ്ങ് ചെയ്തു പോകുന്നേ ഉള്ളൂ.
ഇനി വിസകളിലൊക്കെ ഇവരെടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോൾ ഏത് ഗവൺമെൻറ് തീരുമാനം എടുത്താലും അതിലും ബാധ്യസ്ഥരായിരിക്കും. പിന്നെ ടാക്സ് നിയമങ്ങൾ, ഈ റോഡ് നിയമങ്ങളോ മറ്റ് നിയമങ്ങളോ എല്ലാം ഇഷ്ടംപോലെ ഉണ്ടല്ലോ. നമ്മുടെ ആളുകൾ അറിയത്തില്ലാതെയും ഇതിലൊക്കെ ഓരോ നിയമം ലംഘിച്ചാൽ വലിയ പിഴ വരും. അത് പലരും ഈ പറയുന്നത് കേൾക്കാം. യൂറോപ്പിലേക്ക് പോവുകയാണെങ്കിൽ UK-ലോ ജർമ്മനിയിലോ അയർലൻഡിലോ ഫ്രാൻസിലോ എല്ലാം പലർക്കും ഭാഷ പ്രശ്നമാണ്. നമ്മുടെ പിന്നെ താഴ്ന്ന ജോലികളാണ് ചെയ്ത് ജീവിക്കേണ്ടി വരുന്നത്. യൂറോപ്പിൽ സാധാരണ വലിയ സാമൂഹ്യക്ഷേമ പദ്ധതികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കുഴപ്പമെന്ന് ചോദിച്ചാൽ ഈ കിട്ടുന്ന ശമ്പളത്തിൻ്റെ 40-50% ചിലപ്പോൾ അതിലധികവും ടാക്സ് ആയിട്ട് പോകും, ഇൻഷുറൻസ് ആയിട്ടും. ഈ പൈസ ഒന്നും കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾ ഒരു 2 ലക്ഷം രൂപ ശമ്പളം ഉണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ കൈ കിട്ടുന്നത് 1 ലക്ഷം മുതൽ താഴെയായിരിക്കും. അതവർക്ക് വീടിൻ്റെ വാടകയ്ക്കും അവരുടെ വെള്ളത്തിനും അവരുടെ ആശുപത്രി ചെലവിനും മക്കളുടെ വിദ്യാഭ്യാസ കഴിവിനും ഒന്നും ഉണ്ടാകില്ല മിച്ചം. ഇനി അവിടെ ചെന്ന് ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ചാൽ ജീവിക്കുന്നത് ഒരു 2nd ക്ലാസ്സോ 3rd ക്ലാസ്സോ പൗരന്മാരായിട്ടുമായിരിക്കും. കാരണം ഇനി ഇവിടെ നിന്ന് പോയ പഴയ ആൾക്കാർ പോലും ഇവരെ തുല്യമായിട്ട് കണക്കാക്കാനായിട്ട് പോകുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വലിയ വിലക്കയറ്റമുണ്ട് യൂറോപ്പിൽ ഇപ്പോൾ. അതെല്ലാം ഇവരുടെ ജീവിതത്തെ കാര്യക്ഷമമായിട്ട് ബാധിക്കും. ഇംഗ്ലണ്ടിലേക്ക് പറയുകയാണെങ്കിൽ അവിടെ പണ്ട് കാലം മുതൽ 1600 മുതൽ കുടിയേറ്റമുള്ളതാണ് ഇന്ത്യക്കാരുടേത്. അന്ന് ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലൊക്കെ ജോലി ഉണ്ടായിരുന്ന ആളുകളും വീട്ടു വേലയ്ക്കുന്ന ആളുകളും ഒക്കെ അവിടെ പണ്ടേ കുടിയേറിയ ആളുകളാണ്. അത് കഴിഞ്ഞ് പിന്നീട് 1950 കാലഘട്ടത്തിൽ കുടിയേറ്റം വന്നിട്ടുണ്ട്. 62 ശേഷം വന്നിട്ടുണ്ട്. പിന്നെയാണ് ഇപ്പോൾ വരുന്നത്. ഇതെല്ലാം പല ഗ്രേഡായിട്ടേ നിൽക്കുകയുള്ളൂ. അല്ലാതെ ഇന്ത്യക്കാരായതുകൊണ്ടെല്ലാം ഒരുമിച്ച് നിൽക്കാം എന്നുള്ളൊരു ചിന്തയൊന്നും ഈ മനുഷ്യർക്കൊന്നും ഉണ്ടാകുകയില്ല. അതുകൊണ്ട് നമ്മുടെ ആളുകൾ യുവജനങ്ങൾ ചെന്നുപെടുന്നത് സ്വർഗമാണെന്ന് വിചാരിച്ചുകൊണ്ട് ഇവരും പോകുന്നു, സ്വർഗമാണെന്ന് വിചാരിച്ചുകൊണ്ട് ഇവിടെയുള്ള കാരണവന്മാരിരിക്കുന്നു. ഇത് വലിയൊരു പ്രതിസന്ധിയിലോട്ടാണ്, ജീവിതകാലം മുഴുവൻ എടുക്കുന്ന പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത് എന്നുള്ള ചിന്ത ഈ ആളുകൾക്ക് ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ഇവിടുന്ന് പോകുന്ന, നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുന്ന ക്രിസ്ത്യാനി കുട്ടികളുടെ ഭാവി യൂറോപ്പിൽ എന്തായിരിക്കും? ക്രിസ്ത്യൻ യുവജനങ്ങളുടെ ഭാവി എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് യൂറോപ്പ് ഒരു പോസ്റ്റ് ക്രിസ്ത്യൻ കൾച്ചറാണെന്നാണ് പറയുക. ക്രിസ്ത്യമായിരുന്നു, അത് പിന്നെ അത് ക്രിസ്തീയത മാറിപ്പോയൊരു സംസ്കാരത്തിലാണ് ജീവിക്കുന്നത്. ഞാൻ തന്നെ അവിടെയുള്ള ആളുകളെ കണ്ടപ്പോൾ ഈ 10ാം ക്ലാസ് സ്കൂൾ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന കുട്ടികൾക്ക് വിശ്വാസപരമായിട്ട് യാതൊരു താല്പര്യവുമില്ല എന്ന് അവർ പറയുകയുണ്ടായി. കാര്യം സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. പിന്നെ ഈ റിലീജിയൻ എന്ന് പറയുന്ന അതൊരു വിഷയമായിട്ട് തന്നെ പഠിപ്പിക്കാൻ സ്കൂളുകൾ സംവിധാനമുണ്ട്. ആ റിലീജിയൻ പഠിപ്പിക്കുന്ന ആളുകൾ പലരും നിരീശ്വരന്മാരായിരിക്കും. ഇങ്ങനൊരു സംവിധാനം യൂറോപ്പിലൊന്നാണ്. അതുകൊണ്ടൊരു ക്രിസ്ത്യാനി എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ പള്ളിയിൽ പോകുന്നു എന്ന് പറയുകയാണെങ്കിൽ അത് തീരെ പാവപ്പെട്ട വീട്ടുകാരാണ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ദാരിദ്ര്യമുള്ളത് കൊണ്ടാണ് വിശ്വാസം പുലരുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴും ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്നൊക്കെ ഒരു ചിന്ത അവരുടെ ഇടയിലുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ ചെല്ലുന്നത്. യൂറോപ്പ് പണ്ട് ക്രിസ്തീയമായിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം പിന്നെ അങ്ങനെ ഒരു കൾച്ചർ അവിടെ ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, സെക്കുലറിസം വല്ലാതെ അങ്ങോട്ട് ഡോമിനേറ്റ് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്ലാസ് റൂമുകളിൽ നിന്ന് ഈശോയുടെ പടങ്ങളും കുരിശുരൂപങ്ങളൊക്കെ എടുത്ത് മാറ്റിയത്. അത് ആ സംസ്കാരം അങ്ങോട്ട് മാറ്റിയെടുക്കുന്നതാണ്. പിന്നെ സംസ്കാരത്തിന് വലിയ അങ്ങോട്ടാണ് നമ്മുടെ കുട്ടികൾ ചെല്ലുന്നതെന്ന് ഓർക്കണം. അവരുടെ മക്കൾ ജനിക്കാൻ പോകുന്നതും അവിടെയാണ്. സംസ്കാരം വലിയ വ്യത്യാസമുണ്ട്. അതായത് വലിയ വ്യത്യാസം നമ്മുടേതുമായിട്ട്. അവിടെ സ്വാതന്ത്ര്യം ഉണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു പരിധി കഴിഞ്ഞ് കഴിയുമ്പം നാശത്തിലേക്ക് കൊണ്ടുപോകും. അത് അവിടെ ചെന്നാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അവരുടെ പ്രതീക്ഷകൾ വേറെയാണ്. ഇനി ഇവിടെയുള്ള ഈ ആളുകൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇവിടെ കാരണവന്മാരുണ്ട്, അവർ പരമ്പരാഗതമായിട്ട് വിശ്വാസികളായിട്ട് ജീവിക്കുന്നവരാണ്, മക്കൾ അവിടെ ജീവിക്കുന്നു. ഇത് ഇവിടെ വിശ്വാസം അനുസരിച്ചുള്ള ചിന്തയും കാര്യങ്ങളും പറയുമ്പോൾ അവിടെയുള്ളത് വേറൊരു ചിന്തയായിരിക്കും. അപ്പോൾ ഈ പോകുന്ന ആളുകൾക്ക് പലർക്കും വലിയ ക്രൈസിസിലേക്ക് വിശ്വാസപരമായിട്ട് തന്നെ നീങ്ങാൻ സാധ്യതയുള്ളതാണ്. ഭാഷയുടെ പ്രശ്നങ്ങളുണ്ട്. ഇനി മതാനുഷ്ഠാനങ്ങൾ വളരെ കുറയുന്നതായിട്ടാണ് പലയിടത്തും. നമ്മുടെ കമ്മ്യൂണിറ്റികളൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ ഒരു തുടർച്ച കിട്ടും, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. എല്ലായിടത്തും നമ്മുടെ കമ്മ്യൂണിറ്റികളൊന്നും ഇല്ലല്ലോ. ഇനി പലപ്പോഴും അവിടെയുള്ള സമൂഹത്തോട്, ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോയാൽ ആ സമൂഹത്തോട് ചേർന്ന് പോകാനായിട്ട് നിർബന്ധിക്കപ്പെടും. അപ്പോൾ അവരുടെ പോക്കനുസരിച്ച് പോകുമ്പോൾ പള്ളിയോ പ്രാർത്ഥനയോ കാര്യങ്ങളോ ഒന്നും സാധാരണഗതി കാണുകയില്ല. അങ്ങനെ ഒരു സംവിധാനമാണ് ഇപ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ആളുകൾ പോയാൽ നമുക്കൊരു കുഞ്ഞിനെ പോലും കാണാൻ കിട്ടിയില്ല സാധാരണ. പ്രത്യേകിച്ച് കുട്ടികൾക്കുള്ള കുർബാന അല്ലെങ്കിൽ എന്തെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് കൂട്ടരുമല്ലോ എപ്പോഴെങ്കിലും വന്നെങ്കിലായി എന്ന് മാത്രമേ ഉള്ളൂ. പല പള്ളികൾക്കും അവർക്ക് ഈ കുടിയേറ്റക്കാരെ സഹായിക്കാനുള്ള പദ്ധതികളുണ്ടെങ്കിലും അവിടെയുള്ള പള്ളികൾക്ക് സാമ്പത്തികമായിട്ട് അവർക്ക് വലിയ സ്വാധീനമില്ലാത്തതുകൊണ്ട് ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയുകയില്ല. ഇവിടെ ഇങ്ങനെ അവിടെ കുറച്ച് നാൾ ആളുകൾ ജീവിച്ചു വരുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി അവരുടെ ചിന്തകളും ഇവിടെയുള്ള മാതാപിതാക്കളുടെ ചിന്തകളും ഒക്കെ ക്ലാഷ് ചെയ്യാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട്. അങ്ങനെ സാധാരണ നടക്കാറുണ്ട്. ഇനി ഈ പോകുന്ന യുവജനങ്ങൾ അവിടെ ചെന്ന് അവർ വിശ്വാസപരമായിട്ട്
സാമ്പത്തികമായിട്ട് വളർന്നു വന്നവരാണ്. അവരവിടെ ചെന്ന് അവരുടെ മക്കളുണ്ടാക്കി സ്കൂളിൽ ചേർത്ത് കഴിയുമ്പോൾ സ്കൂളിലുള്ള ഈ സെക്കുലറൈസേഷൻ കടന്നു വരുന്ന കുട്ടികൾ കുടുംബങ്ങളിൽ ഈ സെക്കുലറൈസേഷൻ തിരിച്ചു പിടിക്കും. അപ്പോൾ മാതാപിതാക്കൾ തന്നെ ക്രൈസിസിലേക്ക് പോകും. ഇതേ അവസരത്തിൽ തന്നെ അവിടെ വലിയൊരു ഈ തീവ്രവാദി ഇസ്ലാമിസ്റ്റ് വളർച്ച നമ്മൾ കാണുന്നുണ്ട്. ആ ഈ സ്വതന്ത്രമായ സമൂഹത്തിലേക്ക് ഒരു തീവ്രവാദം കടന്നു ചെന്നാൽ അവരെന്തുമാത്രം ദുരുപയോഗിക്കും എന്നുള്ള ചില ഉദാഹരണങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ കാണാനുണ്ട്. ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വിചാരിക്കുക. ഇനി അവിടെ ജനിച്ചു വരുന്ന മക്കൾ അവിടുത്തെ കൾച്ചറിൽ വളരുന്നവരാണ്. അങ്ങനെ വളരുമ്പോൾ അവർക്ക് ഇവിടെയുള്ള വല്യപ്പനും വല്യമ്മയൊക്കൊന്നും വലിയ അടുത്ത ആളുകളൊന്നും ആയിരിക്കുകയില്ല. ഇനി ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിന് ഒട്ടും തന്നെ ഈ മതചിന്ത ഇല്ലെന്ന് വിചാരിക്കണം. ഉദാഹരണം നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഒരു ആശുപത്രിയിൽ ഇവർ കുറേ ആളുകളെ സോഷ്യൽ വർക്കേഴ്സിനെ വിളിച്ചു കൂട്ടിയിട്ട് അവർക്കൊരു ഇനീഷ്യേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഒരാൾ മരണാസനായാൽ എന്ത് ചെയ്യണം, മരിച്ചാൽ എന്ത് ചെയ്യണം എന്ന് അവിടെയുള്ള സോഷ്യൽ വർക്കേഴ്സിനെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ആദ്യം ഒരു ഇസ്ലാമിസ്റ്റ് അവിടെ ഒരാൾ അവിടെ വന്നു, അവരുടെ കാര്യങ്ങൾ 10 മിനിറ്റ് സംസാരിച്ചു. അയാൾ മരിക്കുമ്പോൾ എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. എല്ലാവരും കേട്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു പാസ്റ്റർ എണീറ്റ് അവിടെ ചെന്ന് നിന്ന് പറയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് യാതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അവരെല്ലാം കൂടെ ഇറങ്ങിപ്പോയി. അത് കണ്ട ആൾ പറഞ്ഞതാണ് ഈ അടുത്ത കാലത്ത് ജർമ്മനിയിൽ. അപ്പം ഇങ്ങനെ ഒരു സെക്കുലറിസം വല്ലാതെ ബാധിച്ചു പോയൊരു സ്ഥലമാണ് അവിടെ എന്ന് ഓർക്കണം. ഇതേ സമൂഹത്തിൽ ഇസ്ലാമിന് അവരുടെ ഐഡൻറ്റിറ്റി കാണിക്കാനായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്, അവരത് കാണിക്കുന്നുമുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈയിടെ ഒരാൾ പറഞ്ഞതാണ്, ഈ ഇംഗ്ലണ്ടിലാണ്, അവിടെ ഒരു ഹോട്ടലിൽ അയാൾ പോയിരിക്കുമ്പം പല സ്ഥലത്തും അത് കണ്ടു. ഒരു സ്ഥലത്തെ കാര്യം പറയുകയാണ്. അപ്പോൾ അടുത്ത് നിന്ന് ആളുകൾ വന്ന ഈ വെയിറ്ററോട്, ഇംഗ്ലണ്ടിലാണ്, വെയിറ്ററോട് ചോദിച്ചു ഇവിടുത്തെ ഭക്ഷണം ഹലാലാണെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു ഇവിടെ ഞങ്ങൾ സെർവ് ചെയ്യുന്ന എല്ലാം ഹലാലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ചെറിയ സമൂഹമായിരുന്നിട്ട് പോലും അവിടെ ചെന്നിട്ട് അവിടെയുള്ള സംവിധാനങ്ങളെ ഇവർ മാറ്റിമറിച്ചു എന്ന് വിചാരിക്കണം. അങ്ങനെ അവർ വിസിബിലിറ്റി കാണിച്ചു ഈ ഇസ്ലാമിക സമൂഹം പുറത്ത്. ഇനി അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കിയാൽ 2016 മുതൽ ലണ്ടൻ മേയർ ആരാണ്? അത് സാദിഖ് ഖാനാണ്. 3ാമത്തെ ടേമാണ്. 2021 സെൻസസ് അനുസരിച്ച് 15% മുസ്ലിങ്ങൾ മാത്രമേ ഈ ലണ്ടനിലുള്ളൂ. ബ്രിട്ടനിൽ ആകപ്പാടെ 6% മുസ്ലിങ്ങളേ ഉള്ളൂ. അവരാണ് ഭരിക്കുന്നത്. ഇങ്ങനെ അവർക്ക് വിസിബിലിറ്റി കാണിക്കാൻ കഴിഞ്ഞു എന്നതും അതേസമയത്ത് നമ്മുടെ ആളുകൾക്ക് വിശ്വാസമുണ്ടെന്ന് പറഞ്ഞാൽ എന്തോ കുറവുള്ളവരായിട്ട് സമൂഹം മനസ്സിലാക്കുന്നു എന്ന് വരുന്നതും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് ചിന്തിച്ചാൽ മനസ്സിലാവും. അച്ഛാ, കേരളത്തിലെ നല്ല ശതമാനം യുവാക്കളും കുടിയേറി പാർത്തു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയുള്ള കാര്യങ്ങൾ ഇനി എന്താണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യുവജനങ്ങളെല്ലാം പോയി കഴിയുമ്പോൾ ഒത്തിരി ആളുകൾ വർഷം 40,000 പേര് പോകുന്നു എന്നാണ് ഒരു കണക്ക് ഞാൻ കണ്ടത്. ഇങ്ങനെ പോയി കഴിയുമ്പോൾ ഇവിടെയുള്ള ഈ ജോലി ചെയ്യുന്ന എനർജറ്റിക് ആയിട്ടുള്ള പോയി കഴിയുമ്പോൾ ഒരു വൃദ്ധസദനമായിട്ട് മാറുന്നുള്ളത് സ്വാഭാവികമാണ്. അതോടൊപ്പം ഇവിടുന്ന് പണം പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരാൾക്ക് ഒരു വർഷത്തേക്ക് ഏതാണ്ട് 15 to 20 ലക്ഷം രൂപ ചിലവുണ്ടെന്നാണ് പറയുന്നത്. 15 to 20 ലക്ഷം. ഇതൊക്കെ ഇവിടുന്ന് ലോൺ എടുത്തിട്ടൊക്കെ പോകുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ കുടുംബങ്ങൾ പാപ്പരാകുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ യുവജനങ്ങൾ വർക്ക് ഫോഴ്സ് എല്ലാം പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി അതിൻ്റെ കൂടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഗൾഫിലോട്ടൊക്കെ പോയിക്കൊണ്ടിരുന്നപ്പോൾ അത് ഈ ടൈം സോൺ വളരെ കുറവാണ്. 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഫോൺ വിളിക്കാനൊക്കെ സൗകര്യമുണ്ട്. ഇപ്പോൾ യൂറോപ്പിലേക്ക് അമേരിക്കയിലേക്ക് പോയപ്പോൾ ടൈം വലിയ ഡിഫറൻസാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ രാത്രി അവിടെ പകലായിരിക്കുമ്പോൾ ഈ ഫോൺ വിളിയൊന്നും കാര്യമായിട്ടൊന്നും നടക്കുകയില്ല. നമുക്ക് ഇവിടെ സമയം ഉണ്ടെങ്കിൽ അവിടെ അവർക്ക് സമയം കാണുകയില്ല. അവർക്ക് ആ സമയം നോക്കി ഇവർക്ക് പാതിരാക്കി വിളിച്ചേപ്പിക്കാൻ പറ്റിയല്ലോ. അങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ സാവധാനം ബന്ധങ്ങൾ മുറിഞ്ഞു പോകും. അതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഇനിയിപ്പോൾ ഒരു അത്യാവശ്യം ഇങ്ങോട്ട് വരണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഗൾഫിൽ നിന്നൊക്കെയാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങോട്ട് ഒരു വണ്ടി കയറി വരാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷേ അമേരിക്കയിൽ നിന്നോ യൂറോപ്പിൽ നിന്നൊക്കെ കയറി വരാനായിട്ട് അത് ടിക്കറ്റ് കിട്ടാനും കയറി വരാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ബന്ധങ്ങൾ സാവധാനം മുറിഞ്ഞു. ഈ പലപ്പോഴും ഈ വീഡിയോ ടോക്ക് പറയുന്നതല്ലാതെ ഒന്നും കാര്യം, അതായത് സമയം ഒത്തു വരുമ്പം രണ്ടുപേർ കൂടെ ഒത്തു വരുമ്പം ഇങ്ങനെ ബന്ധങ്ങളെ കാര്യക്ഷമമായിട്ട് ഇത് ബാധിക്കും. ഇനി ഇവിടെ നമ്മൾ ഈ വൃദ്ധമന്ദിരങ്ങളാകുന്നത് കൂടെ, അതായത് വീടുകളെല്ലാം ഇങ്ങനെ വയസ്സന്മാരുടെ സ്ഥലമാകുന്നത് കൂടെ വേറൊരു കാര്യം ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞു പെരുമ്പൂരൊക്കെ ഇവിടെ അന്യസംസ്ഥാനക്കാർ നിലയുറപ്പിക്കുകയാണ്. നമ്മുടെ എല്ലാ ജോലികളുടെയും ഇപ്പോൾ അവർ പ്രവേശിച്ചു കഴിഞ്ഞു. ഇതിനെ കഴിഞ്ഞിട്ട് ഇവിടെ ഈ സൊസൈറ്റിയുടെ കൺട്രോൾ അവർ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു കുറച്ച് ആളുകളല്ലേ ഉള്ളൂ. അവരിപ്പം എല്ലാ ജോലിയും ഏറ്റെടുത്താൽ തന്നെ ചിലർ കഴിവില്ലാത്തതുകൊണ്ടാണ് ഇവിടെ നിന്ന് പോയെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഒരർത്ഥത്തിൽ. ഇനി കഴിവുള്ള കുറച്ച് പേര് ഇവിടെ നിന്നാൽ ഒരു കുറച്ച് പേരെ ഇവിടെയൊക്കെ കാണുകയുള്ളൂ. ബാക്കിയെല്ലാം
മറ്റൊരു നിയന്ത്രിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് ഇവിടെ വരികയാണ്. അതിൻ്റെ തുടക്കം നമ്മൾ പെരുമ്പാവൂരൊക്കെ കണ്ടു കഴിഞ്ഞു. 2021 ആണ് അവിടെ ഒരു എന്നാണ് ഒരു ഒരു പെരുമ്പാവൂരിലൊരു എന്താ പറയുക ഒരു ബംഗാളി കോളനി ഉണ്ട് എന്നൊക്കെ നമ്മൾ കാണുകയുണ്ടായി. ഇനി അവിടെ പല പ്രശ്നങ്ങൾ, സെക്യൂരിറ്റി പ്രശ്നങ്ങളുണ്ട്, നമ്മൾ വാർത്തകൾ വായിക്കാറുണ്ട്. അവിടെ തന്നെ ഈ ഭീകരന്മാർ വന്ന് താമസിക്കുന്നു. അതുപോലെ തന്നെ അവിടെ തന്നെ ഈ ID കാർഡ്, ആധാർ കാർഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു. അവിടെ മയക്കുമരുന്ന് കച്ചവടം, പരസ്യമായിട്ട് മയക്കുമരുന്ന് കച്ചവടം, ഇങ്ങനെ കാര്യങ്ങളൊക്കെ, പിന്നെ മോഷണവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ കാണുകയുണ്ടായി. കേരളത്തിൻ്റെ ഒരു അധോലോകം ഒരു അധോലോകം പോലെ നടക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ ഈ ക്രിസ്ത്യൻ ഏരിയയിൽ, ഇപ്പോൾ യൂറോപ്പിലോ പോയതുപോലെ ഇവിടെ ക്രിസ്ത്യൻ ഏരിയയിലാണ് ഇത് കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, തൃശ്ശൂർ എന്ന് പറയുന്ന ജില്ലകളിലാണ്, 5 ജില്ലകളിലാണ് ഇത് ബാധിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മളുടെ വീടുകളിലുള്ള കൺട്രോൾ പോകുന്നു, ദേശത്തുള്ള കൺട്രോൾ പോകുന്നു, പുറത്തേക്ക് പോകുന്ന സ്ഥലത്ത് യാതൊരുവിധ കൺട്രോളും ഇല്ല. നമ്മളവിടെ ഒരു ഡിസ്പ്ലേസ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറുന്നതിൻ്റെ ഒരു തുടക്കപാഠമാണ്. അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാമല്ലോ, അത് നമ്മുടെ തന്നെ ഈ ദുരഭിമാന ചിന്തയാണ്. അല്ലെങ്കിൽ അത് കുറേയൊക്കെ ഇപ്പോൾ ഇവിടെ പല മറ്റ് മേഖലകളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ജോലികളൊക്കെ സംഘടിപ്പിക്കാനായിട്ട് കഴിക്കും. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 2015-16 കേരളത്തിൻ്റെ കടം എന്ന് പറയുന്നത് 1.57 ലക്ഷം കോടി അല്ലെങ്കിൽ 1.2 ലക്ഷം കോടി എന്നൊരു കണക്ക് തരുന്നുണ്ട്. പൊതുവേ നമ്മൾ നോക്കിയാൽ 1.6 നമ്മൾ വിചാരിക്കുക, 1.6 ലക്ഷം കോടി കടമായിരുന്നെങ്കിൽ അത് LDF ഭരണത്തിൽ വരുന്ന സമയത്തുള്ളതാണ്. ഈ 2025 തീരാറാകുമ്പോൾ ഉള്ള കടം 4.81 ലക്ഷം കോടിയാണ്. ഇത്രയധികം കടം ഈ ചുരുങ്ങിയ വർഷം കൊണ്ട് ഉയർന്നു. കാരണം ഇവിടെ നമുക്ക് പ്രൊഡക്ഷൻ ഒന്നുമില്ല. അപ്പോൾ കടം ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇത് ആളുകൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഇലക്ഷന് പോയില്ലെങ്കിൽ എല്ലാവരും വെള്ളം കുടിക്കും. രണ്ടാമത്തത്, വിദ്യാഭ്യാസത്തിന് ഈ പോകുന്ന കുട്ടികളെല്ലാം പുറത്തേക്ക് പണമാണ് കൊണ്ടുപോകുന്നത്. അവരുടെ ഈ KMS തരുന്ന നേരത്തെ പറഞ്ഞ കണക്കനുസരിച്ച് 2021 കണക്കനുസരിച്ച് ഒരു വർഷം 43,378 കോടി രൂപ പുറത്തേക്ക് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ നിന്ന്. പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കടം കയറിക്കൊണ്ടിരിക്കുന്നു. മൂന്നാമത്തത്, ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യുന്നവരാണ് ബംഗാളികളും അന്യസംസ്ഥാന തൊഴിലാളികളും. അവർ കൂലിയായിട്ട് മേടിച്ചിട്ട് അവർ കൊണ്ടുപോകുന്നത് 49,000 കോടിയാണ് അവരിവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ കേരളം നിരന്തരമായിട്ട് സാമ്പത്തികമായിട്ട് തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ജീവിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഈ ഭരണ സംവിധാനങ്ങളൊന്നും ശരിപ്പെടുകയല്ല. ഇതുവരെ നമ്മൾ കണ്ട ഭരണ സംവിധാനങ്ങൾ യാതൊരു വിധത്തിലും ജനത്തെ രക്ഷിക്കുകയില്ല. അപ്പോൾ ഇലക്ഷനാണ്, ഈ ജനാധിപത്യത്തിൽ ജനങ്ങളാണ് അധികാരികളെങ്കിൽ ബോധമുണ്ടാവണം ജനങ്ങൾക്ക്. ഇതിങ്ങനെ പോയാൽ പറ്റുകയില്ല. സമൂഹം രക്ഷപ്പെടണം. അപ്പം നമ്മൾ ദാരിദ്ര്യത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്, കടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ഓർക്കുക. പിന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കോളേജുകളൊക്കെ ഈ പറയുന്ന പോലെ ആളുകളില്ലാതെ നിന്ന് പോകും സ്വാഭാവികമായിട്ടും. അല്ലാതെ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുകയില്ല. കേരളം വൃദ്ധസദനമാകും. ഇങ്ങനെ പോകുന്ന ഈ പശ്ചാത്തലത്തിൽ ഇതിനെന്താണ് പരിഹാരം എന്ന് ചോദിക്കാം. ഇല്ലേ, അങ്ങനെ തോന്നില്ലേ? അങ്ങനെ പരിഹാരം ചോദിച്ചാൽ ഒന്നാമത്തെ ഞാൻ പറയുന്ന പരിഹാരം ഇതാണ്. ഒന്ന്, രാഷ്ട്രീയമായ മാനസാന്തരം ഉണ്ടാവണം. നമ്മളിങ്ങനെ ഏതെങ്കിലും പാർട്ടികളുടെ അടിമകളായിട്ട് കിടന്നിങ്ങനെ അതിന് തന്നെ കുത്തി അതിനു വേണ്ടി വിളിച്ച് ശരിക്കാതെ നമ്മുടെ മക്കളുടെ ഭാവി എന്താണ്, ഈ കേരളത്തിൻ്റെ ഭാവി എന്താണ്, സമൂഹത്തിൻ്റെ ഭാവി എന്താണെന്ന് ചിന്തിച്ച് പഠിക്കണം. വാസ്തവത്തിൽ ഈ കേരളത്തോട് റിസോഴ്സ് ഉള്ള ഒരു സ്റ്റേറ്റ് ഇന്ത്യയിൽ വേറെ കാണണമെന്നില്ല. ഇവിടെ നമുക്ക് വളക്കൂറുള്ള മണ്ണുണ്ട്, കൃഷി ചെയ്യാൻ പറ്റില്ലേ. ഈ വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ ഭാഗമാണിത്. എല്ലാം നല്ല കാലാവസ്ഥ, മൺസൂണിൻ്റെ മഴയുണ്ട്, 44 നദികളുണ്ട്, ടൂറിസം വളർത്താവുന്ന സ്ഥലങ്ങൾ ഇഷ്ടം പോലെ കേരളത്തിലുണ്ട്. വയനാട് മുതൽ അങ്ങോട്ട് കുട്ടനാട് ഇങ്ങനെ അങ്ങ് പോയാൽ ഇഷ്ടം പോലെ ടൂറിസം സാധ്യതയുണ്ട്. പക്ഷേ ഒരു സാധനം നമ്മൾ ഉപയോഗിക്കുന്നില്ലല്ലോ. ഇത് വേറെ വല്ല സംസ്ഥാനത്തുമായിരുന്നെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. ഇനി തീരദേശങ്ങളിൽ പോയാൽ ഇഷ്ടം മിനറൽസ് അവിടെയുണ്ട്. ഇൻമെനൈറ്റ് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ മോണസൈറ്റ് എന്ന് പറയുന്നതോ സിൽക്കോൺ എന്ന് പറയുന്നത് ഇതെല്ലാം ഈ മിനറലുകൾ കൊണ്ടെന്നാണ് പറയുന്നത്. പിന്നെ വെട്ടുകല്ല്, ഇവിടെ കിട്ടുന്ന സാധനമാണ് വെട്ടുകല്ല് കിട്ടും. ബോക്സൈറ്റ് എന്ന് പറയുന്ന ഒരു സാധനം എന്നാന്ന് കൃത്യമായിട്ട് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. കളിമണ്ണിൻ്റെ ഡിപ്പോസിറ്റുകൾ, നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഡിപ്പോസിറ്റുകളുണ്ട്. നല്ല വിദ്യാഭ്യാസമുള്ള 96% പറയുന്നത് ജനമുണ്ട്. അതിനുള്ള സാധ്യതകൾ, ടൂറിസം ഡെവലപ്മെൻറ്റ് സാധ്യതകൾ ഇതെല്ലാം ഉണ്ടായിട്ടും IT-യിൽ കണ്ടമാനം ഡിഗ്രി എടുത്ത ആളുകളൊക്കെ ഉണ്ടായിട്ടും നമ്മളിങ്ങനെ ദാരിദ്ര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കറണ്ട് പോലും ഇവിടെ ഒഴുകി വീഴുന്ന വെള്ളത്തിൽ നിന്ന് എടുക്കുന്നതെന്ന് വിചാരിക്കണം. എന്നിട്ടും നമ്മളിങ്ങനെ ഈ രാഷ്ട്രീയക്കാരെയും ഉദ്യോഗസ്ഥരെയും പോറ്റി നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയായിട്ട് തീർന്നു പോയത് വളരെ കഷ്ടമാണ് വാസ്തവത്തിൽ. ഇനി രണ്ടാമത്തെ ഇതിൻ്റെ ഭാഗം എന്താണെന്ന് ചോദിച്ചാൽ,
ഈ മാനസിക മാനസാന്തരമാണ്. ഈ ദുരഭിമാനം ഇല്ലാതാവണം. നമ്മൾ ജോലികളൊക്കെ ചെയ്യാൻ പഠിക്കുക, എല്ലാ ജോലിയും. പിന്നെ ഈ മനുഷ്യൻ ജോലി ചെയ്ത് ജീവിക്കണം, നന്നായിട്ട് ജീവിക്കണം. അതല്ലാതെ അവിടെ കാനഡയിലാണ് ഓസ്ട്രേലിയയിലാണെന്ന് പറയുന്നതിലുള്ള അഭിമാനം, അതുണ്ടായിട്ട് ഒരു കാര്യം ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നില്ല. എല്ലാവരുടെയും ജീവിതം കഷ്ടത്തിലേക്ക് പോവുകയുള്ളൂ. അത്യാഗ്രഹം അവസാനിപ്പിക്കുക. സാധാരണഗതിയിൽ ഒരു കുടുംബമായിട്ട് ജീവിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കുന്നത് എങ്ങനെ എന്ന് അന്വേഷിക്കുകയും അതനുസരിച്ച് മാന്യമായിട്ട് ജീവിക്കാനുള്ള ചിന്ത ഉണ്ടാകുകയും ചെയ്യാതെ നമുക്ക് മാറാൻ പറ്റുകയില്ല. അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുന്നത് വരെ ഈ കേരളം ഇങ്ങനെ അധോഗതിയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും.